ആത്മകഥാ വിവാദത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുത്തത്. പുസ്തക വിവാദം വിശദമായി അന്വേഷിക്കുന്നതിനായാണ് മൊഴിയെടുക്കുന്നത്. EP ജയരാജന്റേതെന്ന പേരിൽ ആത്മകഥ പുറത്തുവന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി കോട്ടയം SP ഷാഹുൽ ഹമീദ് വ്യക്തമാക്കിയിരുന്നു. വിവാദവുമായി ബന്ധപ്പെട്ട് DC ബുക്സ് ഉടമ രവി DCയുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി EP ജയരാജനും DC ബുക്സും തമ്മിൽ കരാറുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള കരാറിനെ സംബന്ധിച്ച് DC ബുക്സിലെ 2 ജീവനക്കാരുടെ മൊഴി ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ലെന്ന മൊഴിയാണ് ഈ ജീവനക്കാർ നൽകിയതെന്നാണ് വിവരം. രവി DCയിൽ നിന്ന് ഇതു സംബന്ധിച്ച കൂടുതൽ വിശദീകരണം തേടാനാണ് പോലീസിന്റെ തീരുമാനം. പുസ്തകത്തിന്റെ 178 പേജുകളുടെ PDF ഏതു വിധത്തിലാണ് പുറത്തുപോയതെന്നതാണ് EP ജയരാജൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന ചോദ്യം. അതിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നതായും EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. PDF ചോർന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും. മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. PDF ആർക്കൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും EPയെ വിശ്വസിക്കുന്നുവെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സർക്കാരിനെയും CPMനെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തകഭാഗങ്ങൾ പുറത്തുവന്നത്. 2ാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് വരെ പുസ്തകത്തിൽ പരാമർശമുണ്ടായിരുന്നു. ആത്മകഥാ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥം ഇറക്കിയ എല്ലാ സമൂഹമാധ്യമ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രസാധകർക്ക് വക്കീൽ നോട്ടീസും അയച്ചു. ജയരാജന്റെ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണമില്ലെന്നുമാണ് പാർട്ടി നിലപാട്.